എൻ്റെ ഒരു അപേക്ഷയാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഈ പ്രോപ്പർട്ടിയിൽ എഴുതിയിരിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ എൻ്റേത്. ഇത് വാങ്ങിയ ആ പണം ഈശ്വരമംഗലത്തിൻ്റെതാ. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഈശ്വരമംഗലം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമാണ്. വാ ആൻറ്റി, ആൻറ്റി ഞങ്ങളുടെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ദേ ഇത് കൊണ്ടുപോയി പൂജിച്ചു വരാം. എന്നെ തോൽപ്പിച്ചു കിട്ടാൻ വേണ്ടി ദൈവങ്ങൾക്ക് വഴിപാട് നേർന്നിട്ട് ആ നേർച്ച നടത്താൻ ഞാനും കൂടെ നിന്ന് തരണമെന്നല്ലേ? നിനക്കെന്നെ അറിയില്ല നിധി. തീ പിടിച്ചാൽ തീ തന്നെ കെട്ടുപോകുന്ന ഇനമാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമാണ്. അത് കളഞ്ഞു കുളിച്ചിട്ട് ആരുടെയും ദയാദാക്ഷിണ്യവും ഔദാര്യവും സ്വീകരിച്ച് ഞാനിവിടെ തുടരുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ലെന്നാണോ? അതാണ് നിന്റെ തീരുമാനം? ഞാനെന്തിനു വരാതിരിക്കണം? ഈ കുടുംബവും വീടും കെട്ടിപ്പടുക്കുവാൻ ചെറുതല്ലാത്ത വിയർപ്പ് ഞാനും ഒഴുക്കിയിട്ടുണ്ട്. ഞാൻ മടങ്ങി വരിക തന്നെ ചെയ്യും. പക്ഷേ തിരികെ ഞാൻ ഈ വീട്ടിലേക്ക് കാല് കുത്തുമ്പോ ദേ ഈ നിൽക്കുന്ന നിധി ഇവളിവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. തോറ്റൊളിച്ചോടുന്നതല്ല, ജയിച്ച് തിരികെ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുന്നു. ഇതിനെ അങ്ങനെ കണ്ടാ മതി. എന്താ ഇത്? ടെൻഷനാകാതെ. ആകാശം ഇടിഞ്ഞ് താഴേക്ക് വന്നാലും കുലുങ്ങാത്ത CKCക്ക് ഇത് എന്തു പറ്റി? ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ CK ചന്ദ്രബോസ് എന്നത് ഈ സമൂഹത്തിലൊരു വട്ടപൂജ്യമാവും. ഈ നിർമ്മലയുടെ വിഷയമൊക്കെ എനിക്കും അറിയാവുന്നതാണ്. ഇതിപ്പോ ആരാ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്? ബാലേന്ദ്രൻ അറിയാം. ഈശ്വരമംഗലം ഗ്രൂപ്പിലെ ഗൗതമില്ലേ, അവന്റെ ഒരു ഭാര്യയുണ്ട് നിധി. ഇപ്പൊ നിർമ്മലയുള്ളത് ആ നിധിയുടെ കസ്റ്റഡിയിലാ. അതെങ്ങനെ? എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഇപ്പൊ നിധിക്കറിയാം. എന്തിന്? നിർമ്മലയിൽ എനിക്കൊരു മകനുണ്ട് എന്ന രഹസ്യം പോലും ആ നിധി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രശ്നമാണല്ലോ CKC. ഒരു വജ്രായുധമാണല്ലോ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വെറും വജ്രായുധമല്ല, അവൾ എന്നെ തകർക്കാൻ പോകുന്നത് സർവ്വതും ജ്യോതിർമയെ അറിയിച്ചുകൊണ്ടായിരിക്കും. ജ്യോതിർമയ്ക്കൊരു മണമടിച്ചാൽ മതി, പിന്നെ അറിയാലോ സ്വഭാവം. ഒരു വശത്തുനിന്ന് ജ്യോതിർമയി പൊളിച്ചടുക്കാൻ തുടങ്ങിയ പഴയ ഗതിയാവും എനിക്ക്. തെരുവിലിറങ്ങേണ്ടി വരും, അറിയോ? എല്ലാം അവളുടെ സ്വത്താ. അവളുടെ അച്ഛന്റെ അധ്വാനമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കേ, എന്നിട്ട് ഇതിനൊരു തടയിട്, അല്ലെങ്കിൽ അപകടം ചെയ്യും. എത്ര നേരമായിട്ട് ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുമായിരുന്നു ഇതുവരെ? സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വന്നപ്പോ കുറച്ച് വൈകിപ്പോയി സാർ. ഞാൻ അയച്ചു ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ടല്ലോ. ആ നിർമ്മലയുടെയും നിധിയുടെയും ഫോട്ടോയും കിട്ടിയില്ലേ? കിട്ടി സാർ. ഓ, ആ നിർമ്മല എവിടെയുണ്ടെന്ന് 24 മണിക്കൂറിനകം എനിക്ക് വിവരം കിട്ടിയിരിക്കണം. ചെല്ല് സാർ. നമ്മൾ നേരത്തെ തന്നെ സിറ്റി മുഴുവൻ അരിച്ചു പറക്കി സാർ. എന്നിട്ടും ഈ നിർമ്മലയെ കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പൊ വ്യക്തമായൊരു ക്ലൂ ഉണ്ട്. നിർമ്മലയെ സംരക്ഷിക്കുന്നത് നിധിയാ. നേരെ ഈശ്വരമംഗലത്തേക്ക് പോ. നിധിയെ ഫോളോ ചെയ്യും. എപ്പോഴെങ്കിലും അവള് നിർമ്മലയുടെ അരികിലെത്തും. വിവരം കിട്ടിയാൽ അപ്പൊ എന്നെ വിളിച്ചറിയിക്കണം. ശരി സാർ. വാടാ. വിടില്ല നിർമ്മല, നിന്നെ എനിക്ക് വേണം. ഇനി പുറലോകം കാണാത്ത വിധം ഒന്ന് കുഴിച്ചു മൂടാൻ. അമ്മേ, ഇവിടുത്തെ രോഗി അന്തേവാസികളൊക്കെ എവിടെ പോയി? അവര് നിന്റെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയിരിക്കുക. ആ, അതെന്തായാലും നന്നായി. ആ അജേഷ് വരുമ്പോ വാർത്ത ചോർത്തി കൊടുക്കാനായിട്ട് ഇവിടെ ആരും കാണൂലല്ലോ. അജേഷോ? അതാരാ? അജേഷിനെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അജേഷ് മോഹൻ, മറ്റേ വടക്കേതിലെ മോഹൻ സാറിന്റെ മോൻ. ഓ, അവനിപ്പോ വക്കീലല്ലേ? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വെറുതെ വരുന്നതല്ല, ഞാൻ വിളിച്ചൊരു കാര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി വരുന്നത്.
എന്തിനാ നീ ഇപ്പൊ വക്കീലിനെയൊക്കെ വിളിച്ചു വരുത്തുന്നേ? ആ, വാ അജേഷേ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഓ, ചേട്ടൻ മറിഞ്ഞു വീണ കാര്യമൊക്കെ ശിവാനി പറഞ്ഞിരുന്നു. ആളെന്തിയെ? ചന്ദ്രികയും നിഖിലും കൂടെ ചേട്ടനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയിരിക്ക. എന്നിട്ട് ചേച്ചി പോയില്ലേ? അവർ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോ അച്ഛന് വേദനിക്കുമല്ലോ, അത് അമ്മയ്ക്ക് കണ്ടേക്കാൻ പറ്റൂല. അപ്പോ അതുകൊണ്ട് അമ്മായി എന്നെ ചെല്ലണ്ടെന്ന് പറഞ്ഞ. അല്ലേ അമ്മേ? അജേഷ് ശരിക്ക്. ശിവാനി, അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നോട്ടീസ് അയക്കാൻ തന്നെയല്ലേ തീരുമാനം? ഓ, എന്ത് നോട്ടീസ്? ഞാൻ പ്രണവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ടൊരു നോട്ടീസ് അയക്കാൻ പോവാ. നീ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? വാ പറയാം, വാ. അമ്മേ വാ ഇങ്ങോട്ട്. എന്താ എന്തൊക്കെ കോപ്രായങ്ങളാ ശിവാനി നീ ഈ കാണിക്കുന്നെ? ഇത്രയും കാലം ജീവിക്കുന്നെങ്കിൽ പ്രണവിന്റെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നോ? ഒന്നാമത് നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ ഒരു വഴി ആലോചിക്കാ വീട്ടുകാര്. അപ്പോ നീ തന്നെ അതിന് മുൻകൈ എടുക്കാന്ന് പറഞ്ഞ എന്തൊരു പൊട്ടത്തരാ വേണേ? പിന്നല്ലാതെ എല്ലാ കാലവും ഞാനിവിടെ ദാരിദ്ര്യത്തിൽ കഴിയണോ? മര്യാദയ്ക്കൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ 5 രൂപയില്ല. ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ വക്കീലിനെ വിളിച്ചിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. എടീ, നീ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചു കൊടുത്താ അവരത് വായിച്ചിട്ട് അതിന് സമ്മതമാണെന്ന് തന്നെ പറയില്ലേ? മോങ്ങാനിരിക്കുന്ന നായയുടെ തലയില് തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ആവും കാര്യങ്ങള്. എങ്കിലേ ആ നായ നേരത്തെ തന്നെ മോങ്ങി തുടങ്ങി. അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അന്ന് ആശുപത്രിയിൽ വെച്ച് ഗൗതം എന്നെ കൊണ്ടൊരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അത് വെച്ച് ഇപ്പൊ തന്നെ അവൻ എനിക്കൊരു നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അയച്ചോ? അതെപ്പോ? എന്നിട്ട് നീ അത് എന്നെ കാണിച്ചില്ലല്ലോ. പോസ്റ്റ്മാൻ നോട്ടീസായിട്ട് വന്നപ്പോ അങ്ങനെ ഒരാൾ സ്ഥലത്തില്ലാന്ന് പറഞ്ഞ് ഞാനത് തിരിച്ചയച്ചു. നീ കാണിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവരയച്ച വക്കീൽ നോട്ടീസ് തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കുന്നോ? അതെ, ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഞാനിപ്പോ വക്കീലിനെ കൊണ്ടത് അയപ്പിക്കുന്നതേ വിവാഹമോചനം നേടാനാണെന്നാണോ അമ്മ വിചാരിച്ചേക്കുന്നത്? പിന്നെന്താ ഉദ്ദേശിക്കുന്നേ? ഈ നോട്ടീസ് അങ്ങോട്ട് ചെല്ലുമ്പോ ഈശ്വരമംഗലത്തുകാർക്ക് ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും. എല്ലാം റെഡിയായെന്നും ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളൂ എന്നും പ്രതീക്ഷിച്ച് അവര് വരും. അപ്പോ കൗൺസിലിംഗ് ഏർപ്പാടുണ്ട്. കൗൺസിലിങ്ങിന് മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്ന് ഞാനങ്ങ് പറയും. എന്നിട്ടെന്താ, നഷ്ടപരിഹാരമായിട്ട് ഒരു വലിയ എമൗണ്ട് ഞാൻ ആവശ്യപ്പെടും. അതൊക്കെ അവര് തരും. കുറച്ച് പണം പോയാലും ഈ ശല്യം ഒഴിവായി കിട്ടുമെന്നല്ലേ അവര് ചിന്തിക്കൂ. അങ്ങനെയൊന്നും ഞാൻ ഒഴിഞ്ഞു പോവില്ല. പറഞ്ഞുറപ്പിക്കുന്ന എമൗണ്ടില് പാതിയെങ്കിലും ഞാൻ